20 വർഷമായി BBC കാണുന്ന ആളുകൾ പറയുകയാണ്, നമ്മൾ BBC-യിൽ പണ്ട് 2 മാസം കൂടുമ്പോഴായിരിക്കും ഇന്ത്യയുടെ ഒരു വാർത്ത കാണുന്നത്. പക്ഷേ ഇപ്പോൾ ഇന്നലത്തെ ബുള്ളറ്റിനിൽ അടുപ്പിച്ചടുപ്പിച്ച്, അതായത് എല്ലാ ബുള്ളറ്റിനും ഇന്ത്യയെ പറ്റി എന്തെങ്കിലും ഒരു വാർത്ത ഉണ്ടായിരിക്കും. കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഇപ്പോൾ നമ്മുടെ രാജ്യത്തിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇങ്ങനെയാണ് മാറിയിരിക്കുന്നത്. ഷാങ്ഹായിൽ നടന്ന മീറ്റിംഗ് തന്നെയാണ് എല്ലായിടത്തും ചർച്ച. പുടിനുമായി കൈകോർത്ത് നടക്കുന്ന മോദി, ഇടയ്ക്ക് ഷീ ജിൻപിങ്ങുമായി സംസാരിക്കുന്ന മോദി, ചിരിച്ചുകൊണ്ട് മൂന്ന് പേരും സംസാരിക്കുന്ന കാഴ്ച, ഇത് തന്നെയാണ് ചർച്ച. ഈ 3 പേരും ഒന്നിക്കുമ്പോൾ അത് 3 വലിയ രാഷ്ട്രങ്ങളുടെ ഒരു ഐക്യം കൂടിയാണ് അവിടെ ഉണ്ടാകുന്നത്. അത് ലോകം ഭയക്കുന്നുണ്ട്. അതിന് കാരണം, പ്രധാനപ്പെട്ട കാരണം പുടിൻ എന്ന റഷ്യൻ പ്രസിഡന്റ് കൂടിയാണ്. കാരണം റഷ്യ രണ്ടാമത്തെ ലോകശക്തിയായി നിൽക്കുന്നത് അതിൻ്റെ ആണവശേഖരണം കൊണ്ട് മാത്രമല്ല, വിഭവ സമ്പത്ത് കൊണ്ടും മറ്റ് പല കാര്യങ്ങൾ കൊണ്ടാണ്. അപ്പോൾ പുടിൻ്റെ സാന്നിധ്യം തന്നെയാണ് ഇവിടെ ഏറ്റവും വലിയ ചർച്ചയാകുന്നത്. പുടിൻ ഈ SCO മീറ്റിങ്ങിൽ വരുമ്പോൾ അത് ആ മീറ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ യോഗത്തിൻ്റെ പ്രതിച്ഛായ തന്നെ മാറ്റിമറിക്കുന്നുണ്ട്. പുടിൻ്റെ സാന്നിധ്യം ഈ ഒരു ബഹുമുഖ ലോകത്തിൻ്റെ സന്ദേശമാണ് അവിടെ നൽകുന്നത്. അതായത് ഇതുവരെ നമ്മൾ കണ്ടിരുന്നത് അമേരിക്ക കേന്ദ്രീകൃതമായിട്ടുള്ള ഏകപക്ഷമായിട്ടുള്ള ഒരു ശക്തി കേന്ദ്രമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, ഇപ്പോൾ ബഹുമുഖമായ ശക്തി മൾട്ടിലാറ്ററലാവുകയാണ്. അതാണ് അമേരിക്ക ഭയക്കുന്നത്. മോദി ഷീ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ടിയാൻജിനിലെത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ വരവ് SCO ഉച്ചകോടിക്ക് കൂടുതൽ രാഷ്ട്രീയ പ്രാധാന്യം നൽകുന്നുണ്ട്. ചൈനയും മംഗോളിയയൊക്കെ ചേർന്നുള്ള ത്രിരാഷ്ട്ര ചർച്ചകളിൽ പുടിൻ പങ്കെടുക്കും. സെപ്റ്റംബർ 3-ന് ബീജിങ്ങിൽ നടക്കുന്ന ചൈനയുടെ വിക്ടറി ഡേ പരേഡിലും അദ്ദേഹം പങ്കെടുക്കും. ഈ പാശ്ചാത്യ ശക്തികൾക്ക് ഒരു ശക്തമായ രാഷ്ട്രീയ സൈനിക സന്ദേശം നൽകുമെന്നും ബഹുമുഖ ലോകക്രമം രൂപപ്പെടുന്നതിൻ്റെ സൂചനയായി ഇതിനെ കാണാമെന്നും വിലയിരുത്തുന്നുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങൾ, അതായത് പണ്ടും ഇമ്പീരിയലിസം എന്ന് പറയുന്നത്, അതായത് അധിനിവേശം എന്ന് പറയുന്നത് ചെയ്തിട്ടുള്ളതെല്ലാം തന്നെ നമുക്കറിയാം പാശ്ചാത്യ രാജ്യങ്ങളാണ്. അത് ബ്രിട്ടൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പോർച്ചുഗീസ് ആയിക്കോട്ടെ, ഡച്ച് ആയിക്കോട്ടെ, ഏത് പാശ്ചാത്യ ശക്തിയാണെങ്കിലും അധിനിവേശം അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ്. അത് 21-ാം നൂറ്റാണ്ടിൽ അവർ അതൊരു കായികപരമായിട്ട്, അല്ലെങ്കിൽ അത് ഒരു പ്രത്യക്ഷേന അല്ല അത് ചെയ്യുന്നത്. അവരത് ചെയ്യുന്നത് മറ്റു പല രീതികളിലൂടെയാണ്. അതായത് ഇതുപോലെ വ്യാപാര കരാറുകളിലൂടെയും അല്ലാതെ ഡീപ് സ്റ്റേറ്റിലൂടെയും, അതായത് അവർക്ക് ഈ രാജ്യങ്ങൾ നേരിട്ട് പിടിച്ചടക്കേണ്ടി വരുന്നില്ല. അല്ലാതെ തന്നെ ഈ രാജ്യങ്ങളെ നിയന്ത്രിക്കാൻ അവർ പല മാർഗങ്ങളും കണ്ടെത്തുന്നു. അതിനവർ വ്യാപാരം, രാഷ്ട്രീയം, ഇതെല്ലാം തന്നെ കരുവാക്കുന്നുണ്ട്. അവിടെയാണ് ഈ പാശ്ചാത്യ ശക്തിയെ ഒന്നിക്കാനായിട്ട് കിഴക്കിൻ്റെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള എല്ലാ രാജ്യങ്ങളെയും, കിഴക്കിൻ്റെ ശക്തി കേന്ദ്രമാകാൻ എല്ലാ രാജ്യങ്ങളെയും വിളിച്ചു കൂട്ടുന്നത്. അതിൽ പ്രധാനപ്പെട്ട 3 രാജ്യങ്ങളാണ് RIC, അതായത് റഷ്യ, ഇന്ത്യ, ചൈന. RIC ട്രോയിക്ക എന്ന് പറയുന്ന ശക്തിത്രയം, അല്ലെങ്കിൽ ത്രിമൂർത്തികൾ എന്ന് വേണമെങ്കിൽ പറയാം. കിഴക്കിൻ്റെ ത്രിമൂർത്തികൾ റഷ്യയും ഇന്ത്യയും ചൈനയും ഒന്നിക്കുന്നത് ലോകമെമ്പാടും ഭയത്തോടെയാണ് കാണുന്നത്. കാരണം ഏറ്റവും വലിയ 3 രാഷ്ട്രങ്ങൾ, ഏറ്റവും ജനസംഖ്യയുള്ള 3 രാഷ്ട്രങ്ങൾ, ഏറ്റവും വിഭവസമ്പത്തുള്ള 3 രാഷ്ട്രങ്ങൾ, ഈ 3 രാജ്യങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞാൽ ലോകത്തിൻ്റെ ശക്തി മുഴുവൻ അവിടേക്ക് ആവാഹിക്കപ്പെടും. അവിടേക്ക് അതിനെ വെല്ലാൻ പിന്നീട് മറ്റൊരു ശക്തി ഉണ്ടാവുക എന്ന് പറയുന്നത് അസംഭവ്യമാണ്. അങ്ങനെ തന്നെ പറയാം, അസംഭവ്യമാണെന്ന് തന്നെ പറയാം. അപ്പോൾ ആ ഒരു ശക്തിത്രയം ഉണ്ടാകുന്നതിന് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പണിയെടുത്തതും അമേരിക്ക തന്നെയാണ്. ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ഈ ഒരു ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു ലവ് ഹേറ്റ് റിലേഷൻഷിപ്പ്, അതിന് കാരണമായത് അമേരിക്ക തന്നെയാണ്. ഇത്തരത്തിൽ അമേരിക്ക ഏറ്റവും കൂടുതൽ ഇന്ത്യ ചൈനയുമായി അടുക്കുന്നതിന് ഭയക്കുന്നതിന് കാരണമാണ്. കാരണം ഈ 2 രാഷ്ട്രങ്ങൾ ഒരുമിച്ച് വളർന്നാൽ, അല്ലെങ്കിൽ ഒരുമിച്ച് സഹകരിച്ചാൽ, അത് കഴിഞ്ഞ മാർച്ചിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് നമ്മുടെ രാഷ്ട്രപതിക്ക് അയച്ച കത്തിൽ പറയുന്നുണ്ട്, ഡ്രാഗൺ ആൻഡ് എലിഫന്റ് ഷുഡ് സ്റ്റാൻഡ് ടുഗദർ. ഡ്രാഗൺ എന്ന് പറയുന്ന ചൈനയും എലിഫന്റ് എന്ന് പറയുന്നത് ഇന്ത്യയുമാണ്. ഇത് രണ്ടും ചേർന്ന് നിന്നാൽ പിന്നെ ഒന്നിനും തടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ റഷ്യ കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതൊരു ശക്തിത്രയമായിട്ട് മാറും. അപ്പോൾ എന്തായാലും ഈ ലോക നേതാക്കളുടെ സംഗമം, നമ്മൾ അതിനെപ്പറ്റിയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ പുടിൻ്റെ വരവ് ഒരു വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം
പുടിനും മോദിയും ഒരു കാറിലാണ് സഞ്ചരിച്ചത് അന്ന് SCO മീറ്റിങ്ങിൽ പങ്കെടുക്കാനായിട്ട്. ഇതിന് കാരണമായി പറയുന്നത് ഇത് വലിയ ഒരു കൊട്ടിഘോഷിക്കേണ്ട കാര്യമില്ല ഇതിന്. കാരണം ഒരു സ്ഥലത്തേക്ക് പോകുന്നവർ ഒരു കാറിൽ സഞ്ചരിക്കുന്നത് വലിയ കാര്യമില്ല. പക്ഷേ അങ്ങനെ കാറിൽ സഞ്ചരിച്ചിട്ട് SCO മീറ്റിങ്ങിൻ്റെ അടുത്ത് എത്താറായപ്പോൾ ഈ കാറ് നിർത്തിയിട്ട് 55 മിനിറ്റ് ആ നിർത്തിയിട്ടിരുന്ന കാറിൽ അവർ സംസാരിച്ചതിന് ശേഷമാണ് നരേന്ദ്രമോദിയും വ്ളാഡിമിർ പുടിനും പുറത്തിറങ്ങിയത്. അതെന്തുകൊണ്ടായിരിക്കാം? ആ 55 മിനിറ്റ് അവർ ചർച്ച ചെയ്തത് എന്തായിരിക്കാം എന്നുള്ളത് ലോകം ഇപ്പോൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. എന്തിനെപ്പറ്റി ആയിരിക്കാം അവർ ചർച്ച ചെയ്തത്? എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ കാറിനുള്ളിൽ ഇരുന്ന് ചർച്ച ചെയ്തത്? സ്വന്തം പുടിൻ്റെ കാറിനുള്ളിൽ തന്നെ ഇരുന്ന് ചർച്ച ചെയ്തത്? അതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട്. അതായത് ഈ SCO മീറ്റിംഗ് എന്ന് പറയുന്നത് നടക്കുന്നത് ഷാങ്ഹായിലാണല്ലോ, ചൈനയിലാണല്ലോ. അവിടെ പല ബഗ്ഗുകളുണ്ടായിരിക്കും, പല റെക്കോർഡ് ചെയ്യാനുള്ള ഉപകരണങ്ങളുണ്ടായിരിക്കും. അതുകൊണ്ട് അവിടെ നിന്ന് എന്ത് സംസാരിച്ചാലും അത് ഒരു പക്ഷേ നമ്മുടെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിൻ്റെ ചെവിയിലെത്തും. അപ്പോൾ പുടിൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും, നമുക്ക് അവിടെ ചെന്ന് ഓരോരുത്തരെയും പരിശോധിക്കാനൊന്നും ഓരോ തൂണും പരിശോധിക്കാനൊന്നും പറ്റില്ലല്ലോ, ഇത് അവൻ്റെ രാജ്യമാണ്. അതുകൊണ്ട് അവിടേക്ക് പോകുന്നതിന് മുൻപേ നമുക്ക് കാറിലിരുന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് പറയും. ഇത് തീർച്ചയായിട്ടും അതിനിർണായകമായ കാര്യങ്ങളാണ് അവിടെ സംസാരിച്ചിരിക്കുന്നത്. അതിലെന്തായാലും ട്രംപ് ഉൾപ്പെടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത്തരം വളരെ എന്താ പറയുക, പുടിനും മോദിയും മാത്രം, രണ്ട് രാഷ്ട്രങ്ങളുടെ തലവന്മാർ മാത്രം അറിഞ്ഞിരിക്കാൻ തക്കമുള്ള കാര്യങ്ങൾ മാത്രമാണ് അവിടെ ചർച്ച ചെയ്തിരിക്കുന്നത്. അതിനുശേഷം പുറത്തിറങ്ങിയ SCO മീറ്റിങ്ങിൽ വെച്ച് 1 മണിക്കൂർ പിന്നെയും പുടിനുമായി മോദി സംസാരിച്ചിരുന്നു. ലോക നേതാക്കളുടെ സംഗമം ടിയാൻജിൻ ചരിത്രത്തിൽ ഇടം നേടി. റഷ്യൻ പ്രസിഡന്റ് പുറമെ തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിപ് എർദോഗൻ, ബെലാറസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലുഷൻകോവ്, അർമേനിയൻ പ്രധാനമന്ത്രി നിക്കോൾ പാഷിന്യൻ, കസാക്കിസ്ഥാൻ പ്രസിഡന്റ് കാസിം ജോമർട്ട് ടുഖായെവ്, വിയറ്റ്നാം പ്രധാനമന്ത്രി ഫാം മിൻ ചീൻ എന്നിവരും ടിയാൻജിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ചുവപ്പ് പരവതാനി വിരിച്ചുള്ള സ്വീകരണങ്ങളും സാംസ്കാരിക പരിപാടികളും ഈ അന്താരാഷ്ട്ര നഗരത്തെ ഒരു നയതന്ത്ര പരേഡിൻ്റെ വേദിയാക്കി മാറ്റി. സെപ്റ്റംബർ 1 വരെ നീണ്ട SCO ഉച്ചകോടി കേവലം ഏഷ്യൻ രാജ്യങ്ങളുടെ സുരക്ഷയും വികസനവും മാത്രമല്ല, ലോകത്തിൻ്റെ ഭാവി നേതൃത്വത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്കും വേദിയാകുന്നുണ്ട്. മോദി ഷീ ജിൻപിങ് കൂടിക്കാഴ്ചയും പുടിൻ്റെ സാന്നിധ്യവും ടിയാൻജിൻ ഉച്ചകോടിയെ 2025 ഏറ്റവും പ്രധാനപ്പെട്ട ആഗോള നയതന്ത്ര സംഗമമാക്കി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഷാങ്ഹായിൽ റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി സംസാരിച്ച് നടന്ന മോദി ലോകത്തെല്ലായിടത്തും തന്നെ ചർച്ചയായിരിക്കുകയാണ്. അവിടെ ഒഴിവാക്കപ്പെട്ട പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് എല്ലാം തന്നെ ലോകത്തിൻ്റെ മുമ്പിൽ ട്രോൾ ചെയ്യപ്പെട്ടതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ ട്രോളാറുണ്ട്, കളിയാക്കാറുണ്ട്, പരിഹസിക്കാറുണ്ട്. അതെല്ലാം ശരി തന്നെ. പക്ഷെ ഒരിക്കലും നമ്മൾ ആ വ്യക്തിയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ്റെ ഒരാളാണ് അയാൾ. അമേരിക്കയുടെ പ്രസിഡൻ്റാണ് ഒരാൾ. ഒരു മണ്ടൻ എന്ന് നമ്മൾ അദ്ദേഹത്തിനെ വിളിക്കാറുണ്ടെങ്കിലും ഒരിക്കലും ഒരു മണ്ടന് ഇത്തരം സ്ഥാനങ്ങളിൽ എത്താൻ കഴിയില്ല എന്നുള്ളത് മനസ്സിലാക്കണം. അതായത് ഒരു ബില്യണർ ആയിക്കോട്ടെ, അമേരിക്കൻ പ്രസിഡന്റ് എന്നുള്ള സ്ഥാനമായിക്കോട്ടെ, അവിടേക്ക് എത്തണമെങ്കിൽ അദ്ദേഹം എന്തായാലും കുശാഗ്ര ബുദ്ധിയുള്ള ഒരാളായിരിക്കണം. അപ്പോൾ മണ്ടത്തരങ്ങളൊക്കെ പറഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ, പക്ഷേ ഡൊണാൾഡ് ട്രംപ് എന്ന വ്യക്തിയെ, ഡൊണാൾഡ് ട്രംപ് എന്ന അമേരിക്കൻ പ്രസിഡന്റിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. ട്രോളുന്നതും അല്ലെങ്കിൽ കളിയാക്കുന്നതും ഒക്കെ തന്നെ അത്തരത്തിൽ നമ്മൾ അയാളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിന് കാരണമാകരുത്. കാരണം ഒരു വെള്ളക്കാരൻ്റെ ബുദ്ധി എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ മേലെയാണ്. കാരണം കുശാഗ്ര ബുദ്ധിയിൽ അവർ വളരെ അഗ്രഗണ്യരാണ്. അദ്ദേഹം അടുത്തത് എന്ത് ചിന്തിക്കും, അതായത് മറ്റൊരു വ്യക്തിയെ എങ്ങനെ ചൂഷണം ചെയ്ത് അതിന് മുതലെടുക്കുക എന്നുള്ളത് ഇവർക്കാരും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ട്രംപിൻ്റെ അടുത്ത നീക്കങ്ങൾ വളരെ ആകാംക്ഷയോടെയാണ് നമ്മൾ ഇനി കാണുന്നത്. എന്തായിരിക്കും ഇനി ട്രംപിൻ്റെ ഭാഗത്തുണ്ടാകുന്ന നീക്കം? കാരണം തീർച്ചയായിട്ടും ചൊടിപ്പിച്ചിട്ടുണ്ട്. അതായത് ട്രംപ് ഫോൺ വിളിച്ചപ്പോൾ 4 തവണയാണ് മോദി അത് അവോയ്ഡ് ചെയ്തത്, അത് തിരസ്കരിച്ചത് ആ കോളിനെ. അപ്പോൾ അതിനുശേഷം ആണ് ഈ SCO മീറ്റിങ്ങിൽ പുടിനുമായി നടന്നു നീങ്ങുന്ന മോദിയും ഷീ ജിൻപിങ്ങുമായി സംസാരിക്കുന്ന മോദിയൊക്കെ കാണുന്നത്. അപ്പോൾ എന്തായാലും ഈ പുടിൻ്റെ വരവ് എന്ന് പറയുന്നത് ഈ SCO മീറ്റിങ്ങിൽ ഒക്കെയുള്ള പുടിൻ്റെ വരവ് എന്ന് പറയുന്നത് നിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങളിലേക്ക് അത് വഴിതിരിച്ചു വിട്ടിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ ഒരു നയതന്ത്രപരമായിട്ടുള്ള ഒരു ശീതയുദ്ധം തന്നെ ഒരുപക്ഷെ അമേരിക്കയ്ക്കെതിരെ തുടങ്ങാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്.